എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനൊരു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തിയതാണ്. ഇനി രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഉച്ചക്കത്തേക്ക് കാര്യമായിട്ട് കൂട്ടാനൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് കുക്കറിൽ ഒരു മുട്ടക്കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി. ഇനി കുക്കറിൻ്റെ ആ ഒരു പ്രഷറൊക്കെ പോയിട്ട് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഡിഷ് വാഷർ എംപ്റ്റി ആക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചും ഞാനും കൂടി ഡിഷ് വാഷറൊക്കെ എംപ്റ്റി ആക്കി. വാണി ഇപ്പോഴും പതുക്കെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഡിഷ് വാഷറൊക്കെ എംപ്റ്റി ആക്കിയതുകൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ രാവിലത്തേതൊക്കെ പെറുക്കി ഒന്ന് ഡിഷ് വാഷറിലോട്ട് വെക്കുകയാണ്. രാവിലെ എന്തെങ്കിലും ഒരു കറി ആക്കി വെച്ചിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ നേരത്തെ എഴുന്നേക്കേണ്ടി വരും കറി വെക്കാൻ വേണ്ടിയിട്ട്. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമുള്ളൊരു സമയമാണ്. അപ്പം നമ്മൾ പോയി കിടന്നാലും നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നൊരു സമയമാണ്. പക്ഷെ നമ്മൾ കറിയൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഉറങ്ങാനും പറ്റത്തില്ല. പിന്നെ നേരത്തെ എഴുന്നേക്കേണ്ട വരുമല്ലോ എന്നൊരു ചിന്തിച്ച് വെറുതെ വിഷമിച്ച് കിടക്കണ്ടായല്ലോ. അപ്പോൾ ആദ്യമേ ആ പണി അങ്ങ് തീർത്തിട്ട് കിടന്നാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ. അപ്പം ഞാൻ നമ്മുടെ മുട്ട പുഴുങ്ങാനിട്ടത് സ്റ്റീം ചെയ്തിട്ട് എടുക്കുമായിരുന്നു. നമ്മുടെ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്നൊരു സ്റ്റീമറുണ്ട്. ചില സമയത്തൊക്കെ ഇവിടെ മുട്ട പുഴുങ്ങുന്ന സമയത്ത് പ്രോപ്പറായിട്ട് പൊളിഞ്ഞു വരത്തില്ല അതിൻ്റെ തോട്. അപ്പം ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് പൊളിഞ്ഞു വരും. നമുക്ക് നല്ല എളുപ്പത്തിൽ അത് പൊളിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാനിങ്ങനെ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി എടുക്കുമ്പം ഞാൻ വിനീഗറൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ അത് പ്രോപ്പറായിട്ട് ചില സമയത്ത് പൊളിഞ്ഞു വരത്തില്ല. പക്ഷെ സ്റ്റീം ചെയ്യുമ്പോൾ നന്നായിട്ട് വരും. ഇപ്പോൾ ദാ ഞാൻ കുക്കറിൽ നമ്മുടെ മുട്ടക്കറി വെക്കുന്നത്. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അധികം വഴറ്റിലും പരിപാടിയൊന്നും ഇല്ലാത്തൊരു മുട്ടക്കറിയാണ്. തക്കാളി ഇട്ടോ തക്കാളി ഇടാതെയോ ഒക്കെ വെക്കാം. നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ വെക്കുന്ന പോലത്തെ ഒരു ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ ഉള്ള ഒരു മുട്ടക്കറി ഉണ്ടല്ലോ, അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. പുഴുങ്ങിയ മുട്ട ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് മുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉണ്ണിയൊക്കെ പുറത്തോട്ടായി പോവുമല്ലോ. ഇതാകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അതിനകത്ത് കിടന്നോളും. രാവിലെ എഴുന്നേറ്റ സമയത്ത് വാണിക്ക് ചെറിയ ഒരു ജലദോഷം പോലെ. അപ്പം കുറച്ച് വിക്സൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ഇനി ഇത്തിരി ആവി പിടിപ്പിച്ചിട്ട് ഞാൻ പോയി കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആവി പിടിക്കാനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മളും കൂടി അടുത്തോട്ട് നിൽക്കണമല്ലോ. എന്തായാലും തിളച്ച വെള്ളമല്ലേ. പിന്നെ ആവി പിടിക്കാൻ അത്ര ഇഷ്ടമൊന്നുമില്ല. നമ്മൾ നിർബന്ധിച്ച് പനിയൊക്കെ പോകും എന്ന് പറയുന്നത് കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ചില ദിവസം നല്ല ചൂട്, ചില ദിവസം മഴ, അങ്ങനെ വെതർ മാറിയും കയറിയൊക്കെ വരുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ജലദോഷവും സിക്കും ഒക്കെ ആവുന്നുണ്ട്. പിന്നെ ഈ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളൊക്കെ പൂക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പോളനും ഒക്കെ കാരണം ആൾക്കാർക്ക് അലർജിയും ഒക്കെ ഉണ്ട്. മുട്ടക്കറീനെ ഞാനൊരു ചെറിയ പാത്രത്തിലോട്ടൊക്കെ ഒന്ന് ആക്കി. ഇനിയിപ്പോൾ ഈ കുക്കർ കഴുകാനൊന്നും പോകുന്നില്ല. വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ട് ഉച്ചയ്ക്ക് എഴുന്നേറ്റ് വരുമ്പോൾ കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് കുക്കർ വലിയ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് നല്ല മടിയാണ്. കുക്കറിൻ്റെ അടപ്പ് വലിയ കുഴപ്പമില്ല. കുക്കർ ഇങ്ങനെ വലിയൊരു അണ്ടാവ് പോലെ ഇരിക്കുന്നത് കാണുമ്പോൾ കഴുകാൻ നല്ലൊരു മടി വരും. അതിനെക്കുറിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടു, അത് മതി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കഴുകാം. ഇപ്പം തന്നെ രാവിലെ ഒരു 9:45 ആയിട്ടുണ്ട്. ഞാനൊരു 7:30 ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തിയതാണ്. അപ്പോൾ കറി വെക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഇനിയിപ്പം പിള്ളേർക്ക് ചോറും കാര്യങ്ങളും ഒക്കെ കൊടുക്കണമല്ലോ. ഞാൻ ഉറങ്ങുന്ന സമയം ഇവർ ഇടയ്ക്ക് ബുക്ക് വായിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മോസ്റ്റ്ലി TV ഒക്കെ കണ്ടിരിക്കുകയായിരിക്കും. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയാണ്. അപ്പം ഞാൻ എഴുന്നേറ്റ് വന്ന് പിന്നെ ചോറൊക്കെ കൊടുത്ത് ഞാനും ചോറൊക്കെ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിനിയിപ്പം നമുക്കൊന്ന് വൈകുന്നേരം പുറത്തോട്ട് പോകാനുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് ഉടനെ കുളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് കുളിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനങ്ങനെ ക്വിക്കായിട്ട് പോയൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇന്നലത്തെ കുറച്ച് ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മുട്ടക്കറിയൊക്കെ ആയിട്ട് ചോറ് കഴിച്ചു. ഇനി നമുക്ക് പുറത്തോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് റെഡി ആവുകയാണ്. അപ്പം ഈ ഒരു ചുരിദാർ ഒരു 13 വർഷത്തിന് മുമ്പുള്ളതാണ്. ഞാൻ കാനഡയിലൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ പേരമ്മയുടെ മോൾ സിനി ചേച്ചി എനിക്ക് തയ്പ്പിച്ചുകൊണ്ട് തന്ന ഒരു പാട്ടിയാല സ്റ്റൈലിൽ തയ്ച്ച ഒരു പാൻറ്റും അതിൻ്റെ ഒരു ചുരിദാർ സെറ്റാണ്. അപ്പം അതിൻ്റെ ഷോളൊക്കെ വൈറ്റ് ഷോളൊക്കെ എടുത്ത് ആ കളറിന് മാച്ച് ആവുന്ന രീതിയിലൊക്കെ ഡൈ ചെയ്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് തയ്പ്പിച്ചുകൊണ്ട് തന്നതാണ്. അപ്പം ആ സമയത്ത് പാട്ടിയാല കുറച്ച് ഫാഷൻ ആയിരുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ നാട്ടിൽ പാട്ടിയാല പാൻസ് ഒക്കെ തയ്പ്പിക്കാൻ നോക്കി. പക്ഷേ ആര് തയ്ച്ചിട്ടും അങ്ങോട്ട് പ്രോപ്പർ വേയിൽ തയ്ച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സിനിചേച്ചി എനിക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ തയ്ച്ചുകൊണ്ട് തന്നതാണ്. അപ്പം ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ പട്ടിയാല. അപ്പം ഞാനത് കറക്റ്റായിട്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് വാണിയുടെ കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചതാണ്. പിന്നെ എൻ്റെ വീഡിയോ എടുക്കുന്ന നമ്മുടെ ആ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ഒടിഞ്ഞുപോയി. ഇവിടുന്ന് എങ്ങനെയോ അത് ഒടിഞ്ഞുപോയി. ഞാൻ അതിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങ് വിട്ടുപോയി. അപ്പോൾ വിനീത് അതൊന്ന് റെഡിയാക്കി തരാനുള്ളൊരു ശ്രമത്തിലാണ്. നമ്മുടെ ഫെവിക്വിക്കൊക്കെ എടുത്ത് ഒട്ടിച്ച് ഒന്ന് റെഡിയാക്കാനുള്ളൊരു പരിപാടിയിലാണ്. ആ സമയം കൊണ്ട് നമുക്ക് പുറത്തു പോകാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ തന്നെ നമ്മൾ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ
നമ്മളൊരു വെജിറ്റബിൾ കുറുമ വിനീത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കൊണ്ടുപോകാനുള്ളത്. ഇത് അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ക്യാൻഡിലാണ്. പിന്നെ ഞാൻ കേക്ക് നമ്മൾ അവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി ഹൈറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാത്തതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പൊക്കെ വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഷാൻജിയോയുടെ റെസിപ്പി നോക്കി വിനീത് ഉണ്ടാക്കിയ വെജിറ്റബിൾ കുറുമയാണ്. അത് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ റെസിപ്പിയാണ്. എക്സാക്ട് ഷാൻജിയോ റെസിപ്പി അങ്ങ് ഫോളോ ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. നല്ല സൂപ്പർ യമ്മി വെജിറ്റബിൾ കുറുമയാണ്. ഞാൻ ആരുടെയെങ്കിലും റെസിപ്പീസ് ഒക്കെ ഫോളോ ചെയ്ത് ഉണ്ടാക്കിയാലും നമ്മുടേതായിട്ടുള്ള കുറച്ച് കയ്യിൽ നിന്നിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തും. പക്ഷെ വിനീത് എന്ന് പറഞ്ഞാൽ 10 ബീൻസ് എന്ന് പറഞ്ഞാൽ 10 ബീൻസ് എടുക്കുകയുള്ളൂ. അതിൽ ഒരെണ്ണം അങ്ങോട്ടും കൂടില്ല ഇങ്ങോട്ടും കൂടില്ല. അങ്ങനെ കറക്റ്റ് എക്സാക്ട് റെസിപ്പി വെച്ചുണ്ടാക്കിയ വെജിറ്റബിൾ കുറുമയാണ്. നല്ല സൂപ്പർ യമ്മി ടേസ്റ്റിൽ വരും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ശ്യാമിലിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ജോബിച്ചാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചേട്ടനൊരു സർപ്രൈസ് കൊടുക്കണം. അപ്പം നമ്മുടെ ബാക്കിൽ വരുന്ന കാറ് മഞ്ജു ചേച്ചിയുടെയും ദീപു ചേട്ടൻ്റെയും കാറാണ്. അവർ ചപ്പാത്തിയൊക്കെ പിക്ക് ചെയ്ത് ആ കടയുടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളും കൂടെ അവിടെ ചെന്നിട്ട് ഒരുമിച്ച് മീറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് ജോബിച്ചാൻ്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ആദ്യം ഒരു ഫാമിലി വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ സർപ്രൈസ് പൊളിയുമല്ലോ. ഒരുമിച്ച് വന്ന് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ചേട്ടൻ ഒഴിച്ച് ബാക്കി വീട്ടിലുള്ള എല്ലാവർക്കും അറിയായിരുന്നു നമ്മൾ വരും എന്നുള്ളത്. അപ്പോൾ ചേട്ടനെ ഒന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഒരു ഈവനിങ് വോക്ക് എന്നൊക്കെയുള്ള പേരിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ചേട്ടൻ്റെ വിചാരം ഇപ്പോഴും അവിടെ വീട്ടിൽ ആർക്കും അറിയില്ല, നമ്മൾ 2 ഫാമിലി മാത്രം പ്ലാൻ ചെയ്ത് സർപ്രൈസ് ആയിട്ട് വന്നതാണെന്നാണ്. പക്ഷേ ശ്യാമിലി ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ശ്യാമിലിക്ക് ഇതൊക്കെ അറിയായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ വന്ന് ബെല്ലടിക്കുന്ന സമയത്ത് ചേട്ടൻ ഇറങ്ങി വന്നില്ലെങ്കിലോ. അതെ, ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ബോയ്. താങ്ക് യു. സുഖല്ലേ എടമാനെ? ഹാപ്പി അല്ലേ? ഞങ്ങളുടെ ടൈമിങ് പരമാവധി ശ്രമിച്ചു. ഞങ്ങൾ പല പണി കഴിച്ചു. എന്നിട്ട് ചേട്ടൻ അറിയായിരുന്നു നിങ്ങൾ വരുമെന്ന്? ഞങ്ങൾക്കറിയായിരുന്നു. അതെല്ലാം ഞങ്ങൾ മെസ്സേജ് അയച്ച പുറത്തിറങ്ങിയ. ചേട്ടൻ ഒരു രീതിയിലും സംശയം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ വിളിച്ച് ഒരു ബർത്ത്ഡേ വിഷൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളൊരു ഗ്രൂപ്പുണ്ട്, അതിനകത്തും എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ചേട്ടനൊരു സർപ്രൈസ് ഒക്കെ കൊടുത്ത് വീട്ടിൽ കയറി. എന്ത് ഗെറ്റ് ടുഗദർ വെച്ചാലും മഞ്ജു ചേച്ചിയുടെ വക ഒരു സർപ്രൈസ് ഉണ്ടായിരിക്കും. ഇന്നത്തെ എന്താന്ന് നമുക്ക് നോക്കാം. ചേട്ടാ സർപ്രൈസ് പൊട്ടിക്കാൻ പോകുന്നു ഇവിടുത്തെ. ഈ സർപ്രൈസ് കാരണം അരമണിക്കൂർ ലേറ്റുമായി. 3/4 മണിക്കൂർ. 4 മണിക്ക് വരുമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. മൊമെന്റ് ഓഫ് ട്രൂത്ത്. ചേട്ടൻ തന്നെ തുറക്കണം. ദൈവമേ എന്താണോ ഇതെന്താ സർപ്രൈസ്? ഗുലാബ് ജാമുനാണോ? ലഡു 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 തുറക്ക്. ഗുലാബ് ജാമുനാണ്. മാന്ത്രിക ചെപ്പ് തുറക്കുക. തുറന്നോ? ഫൈനലി ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയി. ചേട്ടൻ കഴിക്കില്ല ശരിക്കും. പക്ഷെ നമുക്കൊരു ഇച്ചിരി കൊടുക്കാം. ഇച്ചിരി കഴിക്കും. ചേട്ടൻ പണ്ട് തൊട്ടേ ബീഫ് കഴിക്കില്ല. ജനിച്ചേപ്പിന് ബീഫ് കഴിച്ചിട്ടില്ല ശരിക്കും. ബീഫ് കഴിക്കോ? ഞാൻ പറഞ്ഞു ശ്യാമിന് ബീഫ് അവിടെ സ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ചേട്ടനൊക്കെ കഴിക്കും. അത് കഷ്ടമായി. ചേട്ടൻ ബീഫ് എഴുതും വായിക്കും, ഇത്രേ ഉള്ളൂ. ഞങ്ങള് പക്ഷെ മഞ്ജുവിനെ നിരാശരാക്കില്ല. സ്റ്റാർട്ട് ചെയ്യും. അല്ല, ടെസ്റ്റ് ചെയ്യാന്നേ കുഴപ്പമില്ല. മഞ്ജുവിനെ നിരാശപ്പെടുത്തണ്ട. മെസ്സേജ് ഒന്നും കേട്ടില്ലല്ലോ. മഞ്ജുവിന്റെ മെസ്സേജ് മഞ്ജു ചേച്ചിയുടെ സീക്രട്ട് മെസ്സേജ് ഒന്നും കേട്ടില്ല. അത് ഞാൻ അപ്പുറത്ത് കേട്ടു. ഞാൻ ഇവിടെ മെസ്സേജ് കേൾക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ഞാൻ വിളിക്കാൻ എന്താ മെസ്സേജ് ഇടുന്ന എന്താ
അങ്ങനെ ഇപ്രാവശ്യത്തെ സർപ്രൈസ് ഡിഷ് ബീഫ് കട്ട്ലറ്റ് ആയതുകൊണ്ട് ബാക്കി എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെയായി. ജോബി ചായൻ ബീഫ് കട്ട്ലറ്റ് കഴിക്കില്ല എന്നുള്ളൊരു സത്യം മഞ്ജു ചേച്ചി ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്നാലും ചേട്ടനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലെത്തി. അതിനിടയ്ക്ക് ഞാൻ ശ്യാമിലിയുടെ ചെടികൾക്കിടയിലൂടെ ഒന്ന് പോയതാണ്. ഈസ്റ്റർ കാക്ടസ് നേരം തെറ്റിയതാ ജൂലൈയിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ട് പൂക്കുകയാണ്. നല്ല കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളി പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ചേട്ടന് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനുള്ളൊരു പ്ലാനിങ് നമ്മൾ കുറച്ച് മാസങ്ങൾ മുമ്പേ തുടങ്ങിയതാണ്. നമുക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ആണുങ്ങളുള്ള ഗ്രൂപ്പും ആണുങ്ങളില്ലാത്ത ഗ്രൂപ്പും. അപ്പം നമ്മൾ മെസ്സേജ് ഇടുമ്പോൾ പോലും ഗ്രൂപ്പ് മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ ഫോണൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി സേഫ് ആണല്ലോ. പക്ഷെ പലപ്പോഴും ഞാൻ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ശ്യാമിലി ഫോൺ സ്പീക്കർ ഫോണിലായിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കുക. അതെനിക്ക് ഒരറിവും ഉണ്ടായിരിക്കില്ല. ഞാൻ എന്തെങ്കിലും ബർത്ത്ഡേ സർപ്രൈസ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും ചെയ്യും. പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചേട്ടൻ ഒരുപാട് അടുത്തിരിക്കുന്ന ഒരു സമയം അല്ലാത്തതുകൊണ്ട് ചേട്ടൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും സ്പീക്കർ ഫോണല്ലേ, വീട്ടിൽ നമ്മൾ വേറെ ബഹളവും കാര്യങ്ങളും TV ഒന്നും ഓൺ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ വാട്സപ്പിലോ അല്ലാതെയോ ഒക്കെ മെസ്സേജ് ഇട്ടാൽ പോലും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഫോൺ അവിടെ എവിടെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാനുള്ളൊരു ചാൻസും ഉണ്ടല്ലോ. അതിനിടയ്ക്കാണ് നമ്മുടെ മഞ്ജു ചേച്ചി കാര്യമായിട്ടൊരു വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ടത്. വോയിസ് മെസ്സേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാര്യാന്വേഷണമോ കുശലാന്വേഷണമോ ഒക്കെ ആയതുകൊണ്ട് അത് കാര്യമായിട്ട് അങ്ങോട്ട് പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ബർത്ത്ഡേ സർപ്രൈസിലോട്ട് ആ ഒരു വോയിസ് മെസ്സേജ് പോയത്. അപ്പോൾ ചേട്ടൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട്, നമ്മൾ നല്ല രീതിക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ചേട്ടനും കൂട്ടത്തിൽ ആക്ട് ചെയ്യുകയാണെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇന്ന് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സർപ്രൈസ് ഒരു സക്സസ് ആയിരുന്നെന്നും ചേട്ടൻ ചുറ്റിനും നടക്കുന്നതൊന്നും അറിയുന്നില്ലായിരുന്നെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ നമ്മൾ കൊടുക്കണം എന്ന് വിചാരിച്ച സർപ്രൈസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ നടന്നു. ഇനിയിപ്പം അന്നവിചാരം മുന്ന വിചാരം എന്ന് പറഞ്ഞ പോലെ കുറച്ച് നേരത്തെ കത്തിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചായയൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം മഞ്ജു ചേച്ചി ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചപ്പാത്തി കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മഞ്ജു ചേച്ചി വരുന്ന വഴിക്ക് അത് വാങ്ങിക്കൊണ്ട് പോന്നു. പിന്നെ ശ്യാമിലി ഒരു ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇനി ഒരുപാട് കുക്കിംഗ് ചെയ്തിട്ട് ചേട്ടൻ പിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പിന്നെ നൈറ്റൊക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ കംപ്ലീറ്റ് കുക്കിംഗ് വിനീതിനെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് വിനീത് വെജിറ്റബിൾ കുറുമയൊക്കെ റെഡിയാക്കിയത്. പിന്നെ കേക്ക് നമ്മുടെ ഒരു മലയാളി ഒരു ഫ്രണ്ടിൻ്റെ അടുത്തു നിന്ന് ഓർഡർ ചെയ്തതാണ്. ഞാൻ പലപ്പോഴും വീഡിയോ എടുക്കുന്ന സമയത്ത് ഫുഡ് വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോകും. ഫുഡ് കഴിച്ച് കുറച്ചങ്ങോട്ടായപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഇവിടെ സിങ്സ് ടിഫിൻ എന്ന് പറയുന്നൊരു കടയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ചപ്പാത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ കറിയും വെജിറ്റബിൾ കുറുമയും ബീഫ് കട്ട്ലറ്റും കട്ടൻ ചായയും ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡ് അങ്ങോട്ട് കഴിച്ചു തുടങ്ങി. ഇന്ന് നല്ല വെതർ ആയതുകൊണ്ട് പിള്ളേരെല്ലാം പുറത്തിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം തണലൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ഒരു ഡെക്കിൽ ബെഞ്ച് പോലൊക്കെ ഉള്ളതുകൊണ്ട് അവരെല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരത്തെ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഹെവി ആക്കണ്ട, വളരെ ലൈറ്റായിട്ട് ചപ്പാത്തിയും കറിയും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. എന്നാലും നമ്മുടെ ബീഫ് കട്ട്ലറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതിൻ്റെ പാത്രം ഓൾമോസ്റ്റ് കാലിയുമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം കേക്ക് ഒരു സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ സ്വീറ്റ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി പതുക്കെ നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ ചെയ്യാം. ഇത് ബട്ടർ സ്കോച്ച് കേക്കാണ്. ഇത് ഹാഫ് ആൽമണ്ട് ഫ്ലോറും ഹാഫ് ഓൾ പർപ്പസ് ഫ്ലോറും വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതിനകത്ത് നട്ട്സിൻ്റെ ഒക്കെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ കേക്കാണ്. ഫുള്ളി ഒരു ഗോൾഡൻ തീമിലാണ് ചെയ്തത്. നമ്മുടെ ഒരു മലയാളി ഫ്രണ്ടിൻ്റെ അടുത്ത് ഓർഡർ കൊടുത്ത് ചെയ്യിച്ചതാണ്. ഹാപ്പി ബർത്ത്ഡേ ആരെങ്കിലും ഫോണിനകത്ത് വെക്കാം. ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ വാണി ലീഡ് ചെയ്യും. ഹാപ്പി ബർത്ത്ഡേ. ലെറ്റ്സ് ഗോ. കഴിഞ്ഞ പ്രാവശ്യം RU1 ഡിവോട്ടിനോട് RU 50 കുറേ പറയേണ്ടി വരും. How old is he? 54. Okay, I'll do by 4. Okay. No, you start at 50, please. നോ വാണി, വേണ്ട വാണി, ഒന്നും ചോദിക്കണ്ട വാണി. Yes എന്ന് പറയണം. Okay, go. Okay, Mark. Okay. Part of Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you. Happy birthday to you. Are you 20? Are you 30? Are you 40? Are you 50? ഇനിയും പോണം. Are you 51? Are you 52? No. Are you 53? No. Are you 55? Mama, 2 ലെയറായിട്ട് my dress keeps up upside. Taste നോക്കാനുള്ളത്. നല്ലതാണോ കുട്ടി?
begins. Okay. കഴിച്ചോട്ടെ, ഇറങ്ങിക്കോട്ടെ. ഫാമിലിക്ക് ക്ഷമയില്ല. Flavor is this again? What flavor is this again? What flavor? I will try. I'm going to butterscotch. ബട്ടർ സ്കോച്ച്. Okay. നല്ലതാണോ കുട്ടി? നല്ല ഇതാ. നല്ല എടാ അങ്ങോട്ട് വരാം. Has to keep it back. എല്ലാരും കൂടെ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കേക്ക് കട്ടിങ്ങും കേക്ക് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് 1-2 ഫോട്ടോയും ഒക്കെ എടുത്തു. കേക്ക് നല്ല സൂപ്പർ കേക്കായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കേക്കൊക്കെ കഴിച്ചു. അപ്പൊ ചുമ്മാ ഒരു ഫണ്ണിന് കേക്കിന്റെ ബിഫോർ ആഫ്റ്റർ പിക്ചർ ഇട്ടതാണ്. സൗമ്യ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടാണ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് തന്നത്. അപ്പൊ താങ്ക് യു സൗമ്യ, നല്ല സൂപ്പർ അടിപൊളി കേക്കായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചു നേരം എല്ലാവരും കൂടി ഇരുന്ന് വീണ്ടും കത്തിവെക്കൽ പരിപാടിയൊക്കെ ആയിരുന്നു. മാർച്ച് മിഡില് നമ്മൾ മഞ്ജു ചേച്ചിക്ക് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ മിഡില് നമ്മൾ ദീപചേട്ടന് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ട് എടുക്കാഞ്ഞത് കൊണ്ട് നമുക്ക് ഇടാൻ പറ്റിയില്ല. എല്ലാവരുടെയും കൂടെ ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ ഒരുമിച്ചിടാന്ന് വിചാരിച്ചു. ഷാമിലിയുടെ ബർത്ത്ഡേ സമയത്തായിരുന്നു ഞങ്ങൾ ക്യൂബയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് സർപ്രൈസ് വിസിറ്റ് പറ്റിയില്ല. 2 സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനത്തെ സാധാരണ ഇവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കളിക്കാനായിട്ട് വരും ഈ സമയത്ത്. അവരാരിലും ഒന്നും ഞാൻ വിചാരിച്ചത്. ദീപചേട്ടൻ അറിയായിരുന്നു. ദീപചേട്ടനോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ആണല്ലേ? ഇന്ന് അടിയായി. ഫാമിലി ഒരുമിച്ച് നിൽക്കോ? ചെല്ലേ ദീപചേട്ടൻ. ആ കുട്ടികൾ വരും. വേണ്ട വേണ്ട, What are we doing? ഇപ്പൊ എടുക്കരുത്. Happy birthday. നമ്മൾ ക്യാൻഡിൽ കൊണ്ടുവരാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. Happy ദൈവമേ, ഹാപ്പി ഞാനില്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഈ വീട് കത്തിക്കോ അവര്. ദൈവമേ, നല്ല കേക്കായിരിക്കണേ. അതാണ് ദീപിക ടെൻഷൻ. അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. നമ്മൾ ബാക്കിയൊക്കെ സാധനങ്ങൾ നമ്മൾ ടേസ്റ്റ്. കേക്ക് ഉണ്ടാക്കാണ്ട് പഞ്ചസാര ഇല്ലാതെ അതെ, പഞ്ചസാര ഇല്ലായിരുന്നേ. അതുകൊണ്ട് ചിലപ്പോ പിള്ളേർക്ക് പറ്റിയ കേക്കായിരിക്കും. കൊടുക്ക, ആദ്യം ദീപചേട്ടന് കൊടുക്ക, ആദ്യം ഭർത്താവിന് കൊടുക്ക, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്ക. ആരൊക്കെ കൊടുക്കൂ? ചേട്ടാ നല്ല കേക്കാണോ? ഓക്കെ ആണോ? അവിടെ കൊടുക്കണേ മുമ്പ് നമുക്ക് verdict. ഓക്കെ ആണോ? ദേ പിന്നെ എടുക്കണ്ട ദീപ നല്ല ആണോ? പിന്നെ എടുക്കാൻ പോയാൽ അതിന്റെ അർത്ഥം നല്ലതാ. ആ ഓക്കെ. കൊള്ളാം. അയ്യോ പോരുന്നില്ല. നല്ലയാണോ കുട്ടി? എല്ലാരും കഴിക്കും. പക്ഷെ ഇത് ഓൾമോസ്റ്റ് ഡൺ. അതേ ചേട്ടന് ഇച്ചിരി എടുക്കാം. അപ്പൊ എനിക്ക് ഇച്ചിരി എടുക്കാമല്ലോ. ഇത് ലാസ്റ്റ്. എടുക്കണ വീഡിയോ എടുക്കാം. വേണ്ട, Can you just put down that toilet? മധുരം കുറവല്ലേ? ഇതാ കറക്റ്റ് വേണ്ടേ? എനിക്ക് അച്ഛൻ ആ കഴിച്ചു. അല്ല ഇതിപ്പോ കഴിക്കണില്ല. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് കഴിച്ചാ പോരെ? വെറുതെ പ്രതീക്ഷ വന്നു. അപ്പൊ ഫുഡ് ഫുഡ് കഴിച്ചിട്ട് അതിന്റെ കൂടെ കഴിക്കാം. ഇത് ഭയങ്കര ട്വിസ്റ്റ് ഉള്ള ഡെസേർട്ട്. അതിന്റെ സൈഡിൽ പായസം വരും. ഇതായിരുന്നു ദീപുചേട്ടന്റെ അറിവോടുകൂടി ഞങ്ങൾ ഏപ്രിലിൽ മഞ്ജു ചേച്ചിക്ക് കൊടുത്ത ബർത്ത്ഡേ സർപ്രൈസ്. വിനീത് ജോലിയിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നു. അങ്ങനെ നമ്മളൊരു സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. തീരെ അൺഎക്സ്പെക്ടഡ് ആയതുകൊണ്ട് മഞ്ജു ചേച്ചി കരഞ്ഞ് സന്തോഷ അസുക്കളൊക്കെ പൊഴിച്ച ഒരു ദിവസമായിരുന്നു. നല്ല സൂപ്പർ യമ്മി പായസവും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും നമ്മുടെ ആലു ഗോബി മപ്പാസും അപ്പവും കേക്കും ഒക്കെ ആയിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി കഴിച്ചു. ഇത് പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആണെങ്കിലും എല്ലാം നമുക്ക് ഓർഗനൈസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നടത്താൻ പറ്റി. ദീപചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വാണി റെക്കോർഡറിൽ നമ്മുടെ ബർത്ത്ഡേ വിഷസ് ഒക്കെ ഒന്ന് അറിയിച്ചു. അതിനിടയ്ക്ക് പായസം വേണ്ടാത്ത പിള്ളേർക്ക് മഞ്ജു ചേച്ചി 2 പേർക്കും പായസമൊക്കെ വാരി കൊടുത്ത് തീറ്റിച്ചു. അതായിരുന്നു നമ്മൾ മഞ്ജൂസിന് കൊടുത്ത ബർത്ത്ഡേ സർപ്രൈസ്. ഏപ്രിൽ മിഡിലായിരുന്നു ദീപചേട്ടന്റെ ബർത്ത്ഡേ. ആ സമയത്ത് നമ്മൾ ദീപചേട്ടന് ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ജു ചേച്ചിയും പിള്ളേർക്കും ഒക്കെ അറിയായിരുന്നു നമ്മൾ ചെല്ലുവെന്ന്. പക്ഷെ ശ്യാമിലേക്ക് ചില കാരണങ്ങൾ കൊണ്ട് ആ സമയത്ത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. I see the candle melting. അപ്പം വരട്ടെ. Okay. Happy birthday. Happy birthday to you. Chetan. Happy birthday to
Are you 1? Are you 2? Are you 3? Are you 4? ദീപു ചേട്ടന്റെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ വളരെ വലിയൊരു സർപ്രൈസ് ആയിട്ട് നല്ല രീതിക്ക് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഏപ്രിൽ സ്റ്റാർട്ടിങ് ആയപ്പോൾ ചില അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ട് നമ്മുടെ ഈസ്റ്റർ ഗെറ്റ് ടുഗദറും ബർത്ത്ഡേ സെലിബ്രേഷനും ഒന്നും നമ്മൾ വിചാരിച്ചതുപോലെ നടന്നില്ല. പിന്നെ ആരും തന്നെ ഒരു നല്ല മൂഡിലും ആയിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ടാണ് ശ്യാംലിക്കും ചേട്ടനും ഒന്നും ഈ ഒരു പരിപാടിയിൽ ജോയിൻ ചെയ്യാൻ പറ്റാണ്ട് പോയത്. എന്നാലും ചേട്ടന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പം നമ്മൾ ഒന്ന് കൂടണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ചൊന്ന് കൂടിയതാണ്. പിന്നെ മഞ്ജു ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു സൂപ്പർ ബിരിയാണിയൊക്കെ കഴിച്ചു. അതായിരുന്നു നമ്മുടെ പ്രീവിയസ് 2 ബർത്ത്ഡേ സെലിബ്രേഷൻസ്. മഞ്ജു ചേച്ചിക്ക് കൊടുത്ത സർപ്രൈസ് ഏപ്രിലിൽ നമ്മുടെ ഗെറ്റ് ടുഗദറിന്റെ കൂടെ പോസ്റ്റ് ചെയ്യാനായിരുന്നു പരിപാടി. പക്ഷേ ഏപ്രിലിൽ ആകെ ഒരു സുഖമില്ലാത്തത് കൊണ്ട് ആ സമയത്ത് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു വീഡിയോകളൊക്കെ അങ്ങനെ ഇരുന്നു പോയതാണ്. അങ്ങനെ നമ്മുടെ നല്ല നല്ല മെമ്മറീസ് ഇന്നത്തെ ഈ ഒരു നല്ല ദിവസത്തിന്റെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഗെറ്റ് ടുഗദറും മീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞതാ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചതാ വീട്ടിലും എത്തി. ഇന്നൊരു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാത്രിയിലും എനിക്ക് നൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആയിട്ടൊക്കെ വന്നു. ഇനിയിപ്പോൾ ഉറങ്ങാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ മിക്കവാറും ജീരക വെള്ളമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ജീരകം ഇട്ടപ്പോൾ അതിൽ നിന്നൊരു ഏലക്ക ചാടി വന്നു. ഇനി കെറ്റിൽ തിളപ്പിച്ച കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു വെച്ചാൽ കുറച്ച് നേരം കൊണ്ട് നമ്മുടെ ജീരക വെള്ളം ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോൾ കുപ്പിയിലാക്കി എടുക്കണം. ഇനിയും അവിടെ ചെന്നുറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോഫിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രോദറൊക്കെ വെച്ച് നല്ല അടിച്ച് പതപ്പിച്ചൊരു കോഫിയൊക്കെ ആക്കി എടുത്തിട്ട് ചൂട് പോകാതെ ഈ ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കിക്കൊണ്ട് പോവാം. രാത്രി 11 മണിക്ക് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ 7-7:15 വരെയാണ് നമ്മുടെ ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ അത്രയും നേരം ഉറങ്ങാതിരിക്കണമല്ലോ. അപ്പോൾ ഒരു സ്ട്രോങ് കോഫിയൊക്കെ റെഡിയാക്കി. ഇന്ന് പിന്നെ 5ാമത്തെ നൈറ്റ് ഷിഫ്റ്റ് ആണ്. ഇന്നും കൂടി പോയാൽ മതി. അപ്പോൾ ആ ഒരു ആശ്വാസമുണ്ട്. പിന്നെ 5 നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഊപ്പാട് ഇളകും. അപ്പം നല്ല ക്ഷീണമുണ്ട്. കോഫി കൊണ്ടുപോകാനും പാക്ക് ചെയ്തു. ചായ ഇപ്പോൾ കുടിച്ചിട്ടും പോവാം. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ദിവസം. ഇതുപോലെയുള്ള ഗെറ്റ് ടുഗദർ ഹാപ്പി വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ പഴയ വീഡിയോസും കൂടി ആഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സമയമുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് കമൻറ്റ് ഇടാനും ഒന്നും മറന്നു പോരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ജോലി സ്ഥലത്തെത്തി. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.